ഫോർമാലിസമാണ് നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നത്. ആൻഡ് ഹിയർ ലെറ്റ്സ് സീ വാട്ട്സ് ദ മീനിങ് ഓഫ് കംപ്ലീറ്റ്നെസ്. ഇപ്പോൾ ഒരു ബേസിസിൻ്റെ സെറ്റ് കംപ്ലീറ്റ് ആണെന്ന് പറയുന്നത് എപ്പോഴാണെന്നുള്ളതാണ്. കംപ്ലീറ്റ്നെസ്. We say a set of bases is complete. അപ്പോൾ ഇത് തന്നെ നമുക്ക് വെക്റ്ററിൻ്റെ കേസിൽ ആദ്യം ഒന്ന് മനസ്സിലാക്കാം. വെക്റ്റർ ഐ ജെ കെ സെറ്റ് കംപ്ലീറ്റ് ആണെന്ന് നമ്മൾ പറയും. കാരണം എനി വെക്റ്റർ ക്യാൻ ബി റെപ്രസെൻറ്റഡ് ഇൻ ടേംസ് ഓഫ് ഐ ജെ കെ. 3 ഡയമെൻഷണൽ സ്പേസിൽ ഏത് വെക്റ്ററിനെ വേണമെങ്കിലും ഐ ജെ കെയുടെ ടേംസിൽ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. അതിനെ ഒന്ന് ജനറലൈസ് ചെയ്താൽ ഇൻ n ഡയമെൻഷണൽ സ്പേസ് ഇഫ് any vector can be represented in terms of this ci എന്ന് പറയുന്നത് സ്കെയിലറാണ്, സ്കെയിലർ. ei എന്ന് പറയുന്നത് ബേസിസ് ആണ്. ആൻഡ് ഇഫ് any vector can be represented like this, we say the set ei, the set of all ei's are complete. ഏത് വെക്റ്ററിനെ വേണമെങ്കിലും ഇതുപോലെ C1e1 plus C2e2 plus C3e3 etc. up to Cn en, അങ്ങനെ ഏത് വെക്റ്ററിനെ വേണമെങ്കിലും റെപ്രസെൻറ്റ് ചെയ്യാമെങ്കിൽ we say the set ei, the basis set is complete. So that is the idea of completeness. Then the Hilbert space. Hilbert space. And we know E1, E2, E3 etc. up to En. These are the basis vectors of n-dimensional vector space. And if these bases are functions like say phi1x, phi2x etc. up to phi nx. അപ്പോൾ ഈ basis vectors functions ആണെങ്കിൽ it is known as function space. And if these functions are കോംപ്ലെക്സ്, ഈ ബേസിസ് ഫങ്ഷൻസ് എന്ന് പറയുന്നത് കോംപ്ലെക്സ് ആണെങ്കിൽ ദ n ഡയമെൻഷണൽ സ്പേസ് ഈസ് നോൺ ആസ് ഹിൽബർട്ട് സ്പേസ്. അപ്പോൾ അതാണ് ഹിൽബർട്ട് സ്പേസ്. ഇത് വേണമെങ്കിൽ ചോദിക്കാവുന്നൊരു ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഇസ് ഹിൽബർട്ട് സ്പേസ്. ബേസിസ് വെക്റ്റേഴ്സ് ഫങ്ഷൻ ആണെങ്കിൽ ഇറ്റ് ഇസ് നോൺ ആസ് എ ഫങ്ഷൻ സ്പേസ്. ആൻഡ് ഇഫ് ദ ഫങ്ഷൻസ് ആർ കോംപ്ലെക്സ് ദ n ഡയമെൻഷണൽ സ്പേസ് ഈസ് നോൺ ആസ് ഹിൽബർട്ട് സ്പേസ്. അപ്പോൾ ഇതേപോലെ നമ്മൾ E1, E2, E3 എക്സെട്ര ആ ഒരു ബേസിസ് വെക്റ്റേഴ്സിൻ്റെ ടേംസിൽ പറഞ്ഞു, n ഡയമെൻഷണൽ വെക്റ്റർ. ഈ ബേസിസ് വേണമെങ്കിൽ ഫങ്ഷൻസ് ആയിരിക്കാം. അതിൻ്റെ ഒരു ജനറലൈസേഷനാണ് ഇറ്റ് ക്യാൻ ബി ഫങ്ഷൻസ് ഓൾസോ. അപ്പോൾ അങ്ങനെ ബേസിസ് വെക്റ്റേഴ്സ് ഫങ്ഷൻസ് ആണെങ്കിൽ ഇതേ ഡെഫിനിഷൻസ് നമ്മൾ മുമ്പ് പറഞ്ഞ എല്ലാ ഡെഫിനിഷൻസും ആ ഫങ്ഷൻസ് കേസിലും ആപ്ലിക്കബിളാണ്. അപ്പോൾ ജസ്റ്റ് നമുക്ക് നോക്കാം എങ്ങനെയാണ് ഫങ്ഷൻ്റെ ടേംസിൽ ഈ നമ്മൾ മുമ്പ് പറഞ്ഞ ഈ ഒരു സ്കെയിലർ പ്രോഡക്റ്റ് ഇന്നർ പ്രോഡക്റ്റ് ഒക്കെ എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. വെക്റ്ററിൻ്റെ കേസിൽ നമ്മൾ എ ബി പറഞ്ഞാൽ എ ബി ദ ഇന്നർ പ്രോഡക്റ്റ് എ ബി. ഹിയർ ലെറ്റ് എഫ് ഫങ്ഷൻസ് ആണ് ഇവിടെ, എഫ് ഓഫ് എക്സ്, ജി ഓഫ് എക്സ് എന്ന ഫങ്ഷൻ അല്ല, തൊട്ടും നമ്മൾ വെക്റ്റേഴ്സ് ആണ് പറയുന്നത്, ഡയമെൻഷൻ വെക്റ്റേഴ്സ് ആണ്. ആൻഡ് ഹിയർ ലെറ്റ് ഹാവ് 2 ഫങ്ഷൻസ് എഫ് എക്സ് ആൻഡ് ജി എക്സ്. നമുക്കതിനെ എഫ് എന്നും ജി എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം, ഫങ്ഷൻസ് ആണ്. ആൻഡ് ദ സ്കെയിലർ പ്രൊഡക്റ്റ് എഫ് ജി. n ഡയമെൻഷണൽ വെക്റ്ററിൻ്റെ കേസിൽ എന്തായിരുന്നത്, സിഗ്മ എ ഐ സ്റ്റാർ ബി ഐ. ഹിയർ ഇറ്റ് ഈസ് ഇൻ്റഗ്രൽ. ഫങ്ഷൻസ് ആയതുകൊണ്ട് സമേഷൻ, സിഗ്മയ്ക്ക് പകരം ഇൻ്റഗ്രേഷനാണ്. ദെൻ ഫസ്റ്റ് കമ്പോണൻറ്റിൻ്റെ സ്റ്റാർ അല്ല, ഹിയർ സ്റ്റാർ ഓഫ് ഫസ്റ്റ് ഫങ്ഷൻ, ദെൻ ജി ഓഫ് എക്സ്. ഇൻ്റഗ്രൽ ആയതുകൊണ്ട് ഇൻ്റഗ്രേറ്റിംഗ് എലമെൻറ്റ് വേണം, ഡി എക്സ് ഇസ് ദ എലമെൻറ്റ്. ഇപ്പം നോം എന്തായിരിക്കും, നോം എന്ന് പറയുന്നത് ഇന്നർ പ്രോഡക്റ്റ് വിത്ത് സെയിം ഫങ്ഷൻ അല്ല, ഇവിടെ വെക്റ്റർ അല്ല ഫങ്ഷൻ. അപ്പം നോർമലൈസ്ഡ് ഫങ്ഷൻ എന്ന് പറയുന്നത് എപ്പോഴായിരിക്കും, വെൻ ദ നോം ഈസ് 1 ഇറ്റ് ഈസ് നോർമലൈസ്ഡ്. അപ്പം അതുപോലെ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് എന്ന് പറയുന്നത് എപ്പോഴായിരിക്കും, ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് വെൻ ദർ ഇസ് നോ റിലേഷൻ ലൈക്ക് C1F1 plus C2F2 plus C3F3 etc. up to CNFN equal to 0.
അപ്പോൾ അതുപോലെ ഒരു സ്കെയിലർ റിലേഷൻ ഇല്ലെങ്കിൽ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് എന്ന് പറയാം അല്ലേ, ലീനിയർലി ഇൻഡിപെൻഡൻറ്റ്. ജനറൽ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത് സിഗ്മ ഐ സി ഐ എഫ് ഐ ഇസ് 0 ഇഫ് ദർ ഈസ് നോ relation like sigma CIFI is 0. The set Fi's F1, F2, F3, F4 they are linearly independent. CI കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? CI's are scalars. And this is a condition for linearly independent functions. നമ്മൾ കംപ്ലീറ്റ്നെസ് പറഞ്ഞു അല്ലേ, കംപ്ലീറ്റ്നെസ് എന്തായിരുന്നു? ഇഫ് any vector can be represented in terms of the basis vector, we say the set of basis vectors is complete. ഇപ്പോൾ ഇവിടെ അതേപോലെ തന്നെയുള്ളൊരു കൺസെപ്റ്റാണ് എക്സ്പാൻഷൻ തിയറം. അപ്പോൾ ഇവിടെ അത് ദാറ്റ് ഈസ് നോൺ ആസ് എക്സ്പാൻഷൻ തിയറം. Expansion theorem says that any function phi of x can be represented as Ci Fi equal to 0. Fi എന്ന് പറയുന്നത് എന്താണ്? Fi is the set of complete അല്ലേ, കംപ്ലീറ്റ് ആണ്, കംപ്ലീറ്റ് ബേസിസ് ആണ്, ആൻഡ് ദേ ആർ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ്. എന്താണ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം. ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള കംപ്ലീറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് നമുക്കറിയാം. ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആൻഡ് കംപ്ലീറ്റ് സെറ്റ് ഓഫ് ബേസിസ് ഫങ്ഷൻസ് ആണ് Fi, and any function can be represented as an expansion like this. Ci's are the scalars. And this is known as expansion theorem. ഇത് വേണമെങ്കിൽ ചോദിക്കാവുന്നതാണ്, ചെറിയ ഷോർട്ട് ക്വസ്റ്റ്യൻ ആയിട്ട്. വാട്ട് ഈസ് എക്സ്പാൻഷൻ തിയറം? അപ്പോൾ ആദ്യം നമ്മൾ ഇന്നർ പ്രൊഡക്റ്റ്, അതുപോലെ നോം, ഓർത്തോ, നോർമൽ, കംപ്ലീറ്റ്നെസ്, ഇതൊക്കെ n ഡയമെൻഷണൽ വെക്ടറിൻ്റെ കേസിൽ പറഞ്ഞു. ദെൻ വി ക്യാൻ എക്സ്റ്റെൻഡ് ദാറ്റ് ടു ഹിൽബർട്ട് സ്പേസ്, എക്സ്റ്റെൻഡ് ദാറ്റ് ടു ഫങ്ഷൻസ് ഓൾസോ. അപ്പോൾ ഇതാണ് ഈ ഒരു ടൈപ്പ് ജനറൽ ഫോർമാലിസത്തിൻ്റെ ആ ഒരു ഇനിഷ്യൽ കോൺസെപ്റ്റുകളൊക്കെ കഴിഞ്ഞു. പിന്നെ നമുക്ക് മറ്റ് കാര്യങ്ങളിലേക്ക് കടക്കാം. ദെൻ ലെറ്റ്സ് ഡിഫൈൻ ലീനിയർ ഓപ്പറേറ്റർ. ഓപ്പറേറ്റർ എന്ന് പറയുന്നത് എന്താണ്? ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ റൂൾ ടു ഒബ്റ്റെയിൻ വൺ ഫങ്ഷൻ ഫ്രം അതർ ഫങ്ഷൻ. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ d/dx ഓഫ് f of x. അപ്പോൾ ഇതിൻ്റെ മീനിങ് എന്താണ്? f(x)നെ ഡെറിവേറ്റീവ് എടുക്കണം അല്ലെ, വിത്ത് റെസ്പെക്ട് ടു എക്സ്, d/dx, ആൻഡ് ദിസ് d/dx ഇസ് എൻ ഓപ്പറേറ്റർ. അതിനൊരു മീനിങ് ഉണ്ട്. അപ്പോൾ അതാണ് ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. ആൻഡ് an operator is said to be linear when an operator, ഒരു ജനറൽ റെപ്രസെൻറ്റേഷൻ a cap ഒരു ഓപ്പറേറ്റർ ആണെങ്കിൽ, ആൻഡ് ഇറ്റ് ഓപ്പറേറ്റ്സ് ഓൺ C1 F1 x. ഇതൊരു ഫങ്ഷനാണ്, ആൻഡ് ദിസ് ഇസ് എ സ്കെയിലർ, C1 സ്കെയിലർ ആണ്. ആൻഡ് വെൻ ദിസ് ഈസ് ഈക്വൽ ടു C1 a F1 x, we say this operator a is linear. അതായത് സ്കെയിലറിൽ ഓപ്പറേറ്റ് ചെയ്യുന്നില്ലെങ്കിൽ ദാറ്റ് ടൈപ്പ് ഓഫ് ഓപ്പറേറ്റർ ഈസ് ലീനിയർ ഓപ്പറേറ്റർ. ഇവിടെ നമ്മൾ പറഞ്ഞ d/dx എന്ന് പറയുന്നത് ഇറ്റ്സ് എ ലീനിയർ ഓപ്പറേറ്റർ. കാരണം അതാണ് d/dx ഓഫ് 5x² എടുക്കുക. ഇത് നമുക്ക് എങ്ങനെ എഴുതാം? 5 ഇൻറ്റു d/dx ഓഫ് x² എന്ന് എഴുതാം അല്ലേ. അത് സ്കെയിലറിൽ ഓപ്പറേറ്റ് ചെയ്യുന്നില്ല. സോ d/dx ഇസ് എ ലീനിയർ ഓപ്പറേറ്റർ. അപ്പോൾ ഒരു ഓപ്പറേറ്റർ ലീനിയർ ആണോ എന്ന് നമ്മൾ എങ്ങനെ ചെക്ക് ചെയ്യും? ലീനിയർ ഓപ്പറേറ്റർ ആണെങ്കിൽ this is a condition, a C1 F1 x should be equal to C1 a F1 x. അപ്പോൾ നമ്മൾ രണ്ട് തരത്തിലും ചെയ്ത് നോക്കണം. ഒന്ന്, ഇതുപോലെ സ്കെയിലർ കൊണ്ട് ഫംഗ്ഷനെ മൾട്ടിപ്ലൈ ചെയ്ത് അതിൽ ഓപ്പറേറ്റ് ചെയ്ത് നോക്കണം.
അതാണ് LHS. ദെൻ RHSൽ എന്ത് ചെയ്യണം? RHSൽ ഇതുപോലെ സ്കെയിലർ ലെഫ്റ്റിലോട്ട് എഴുതിയിട്ട് ഫങ്ഷനെ മാത്രം ഓപ്പറേറ്റ് ചെയ്യണം. ഇപ്പോൾ RHSും LHSും ഈക്വൽ എന്ന് കിട്ടിയാൽ ദ ഓപ്പറേറ്റർ ഇസ് ലീനിയർ. അപ്പോൾ വേണമെങ്കിൽ അതുപോലത്തെ ഒരു പ്രോബ്ലം ചോദിക്കാവുന്നതാണ്. ആൻഡ് നെക്സ്റ്റ് ഇസ് ഐഗൻ ഫങ്ഷൻ ആൻഡ് ഐഗൻ വാല്യൂ. ഐഗൻ വാല്യൂ എന്താണ് ഒരു ഐഗൻ ഫങ്ഷൻ എന്ന് പറയുന്നത്? ദിസ് ഇസ് എൻ എക്സാമ്പിൾ ഫോർ ഐഗൻ വാല്യൂ ഇക്വേഷൻ. A psi x is A psi x. അപ്പോൾ ഇതെന്താണ്? ദിസ് ഇസ് ദ ഐഗൻ ഫങ്ഷൻ, ദിസ് ഇസ് ദ ഓപ്പറേറ്റർ ആൻഡ് ദിസ് ഇസ് ദ ഐഗൻ വാല്യൂ. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇഫ് e raised to kx is the eigenfunction and the operator is d by dx. അപ്പോൾ d by dx of e raised to kx, psi x ആണ് e raised to kx, ഓപ്പറേറ്റർ എന്ന് പറയുന്നത് d by dx ആണ്. ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? k ഇൻറ്റു e raised to kx. ഇതെന്താണ്? ദിസ് ഇസ് psi of x അല്ലേ? ഇതുപോലെ psi of x ആണ്. psi of xൻ്റെ കൂടെ എന്താണ്? k, and that is the eigen value. അപ്പോൾ ഇതാണ് ഐഗൻ വാല്യൂ, അതുപോലെ ഐഗൻ ഫങ്ഷൻ, ദ ഓപ്പറേറ്റർ അസോസിയേറ്റഡ് വിത്ത് ദ ഐഗൻ വാല്യൂ. If the same eigenvalue is associated with different eigenfunctions, then the eigenvalue is said to be degenerate. അതായത് ഒരു eigenvalue that is associated with different eigenfunction. ഇപ്പോൾ psi m, psi n അങ്ങനെ രണ്ട് eigen function ഉണ്ട്, and associated with these two eigenfunction, if there is only one eigenvalue A, then this eigenvalue is known as degenerate eigenvalue. രണ്ട് ഡിഫറെൻറ്റ് ഐഗൻ ഫങ്ഷനുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് ഒരു ഐഗൻ വാല്യൂ ആണുള്ളെങ്കിൽ ദാറ്റ് ഈസ് നോൺ ആസ് ഡീജനറേറ്റ് ഐഗൻ വാല്യൂ. അടുത്തത് ഒരു ഇമ്പോർട്ടൻറ്റ് ഓപ്പറേറ്ററാണ് ഹെർമീഷ്യൻ ഓപ്പറേറ്റർ. Hermitian operator. And the definition of Hermitian operator is that psi m a psi n. ഇതിൻ്റെ റെപ്രസെൻറ്റേഷൻ ആണിത്. ഇന്നർ പ്രോഡക്റ്റ് ആണ് അല്ലേ? എ എന്ന് പറയുന്ന ഓപ്പറേറ്റർ ആണ്. psi m, psi n's are the eigen functions. And if this is equal to A psi m psi n and this is equal to psi n A psi m star, the operator is said to be Hermitian operator. ഇതാണ് കണ്ടീഷൻ. അപ്പോൾ ഈ രണ്ട് സെറ്റും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? psi m A psi n. ദെൻ ഈ ഒരു എ ഇതിൻ്റെ ലെഫ്റ്റിലേക്ക് എഴുതിയല്ലേ, അതാണിതല്ലേ, എ psi m psi n. പിന്നെ തേർഡ് വൺ എന്താണ്? തേർഡ് വൺ എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. എന്നും എമ്മും എക്സ്ചേഞ്ച് ചെയ്തിട്ടുണ്ട്. എന്നിനെ എമ്മിനെയും എമ്മിന് പകരം എൻ, അതുപോലെ എം ഇൻസ്റ്റെഡ് ഓഫ് എൻ, എന്നും എമ്മും എക്സ്ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ദെൻ ദർ ഇസ് എ സ്റ്റാർ ഹിയർ. ഇതാണ് തേർഡ് വൺ. അപ്പോൾ ഇതിനെ ഒരു ഇൻ്റഗ്രൽ ഫോമിൽ എഴുതിയാൽ ഈ ഒരു ഇക്വേഷൻ, ഈ മൂന്ന് ഇക്വേഷനെ നമ്മൾ ഇൻ്റഗ്രൽ ഫോമിലേക്ക് എഴുതിയാൽ എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. അപ്പം എന്താണ് ഹെർമീഷ്യൻ്റെ കണ്ടീഷൻ? psi m a psi n is equal to a ഇങ്ങോട്ടേക്ക് അല്ലേ, a psi m psi n. ദെൻ മൂന്നാമത്തെ എന്താണ്? എമ്മും എന്നും ഇൻ്റർചേഞ്ച് ചെയ്യണം. psi of n
then A psi m star. ഇതിൻ്റെ ഇൻ്റഗ്രൽ റെപ്രസെൻറ്റേഷൻ ഇതാണ്, ഇൻ്റഗ്രൽ ഓഫ് അല്ലേ, ആദ്യത്തേതിൻ്റെ സ്റ്റാർ psi m സ്റ്റാർ, ദെൻ രണ്ടാമത്തേത് അങ്ങനെ തന്നെ A psi n dx, and that should be equal to A psi m star. A psi m എന്ന് പറയുന്നത് എന്താണ്? A psi m is am psi m. That is a eigenvalue equation. A psi m is am psi m. Am is eigenvalue. First function സ്റ്റാർ എടുക്കണം, am star or A psi m star എന്നും പറയാതെ. This is first function star, A psi m star, then psi n dx, and that is equal to whole star ആണ്. Integral of psi n star A psi m dx, അതിൻ്റെ ഹോൾ സ്റ്റാർ. ദാറ്റ് ഇസ് എ ഇൻ്റഗ്രൽ റെപ്രസെൻറ്റേഷൻ. അപ്പോൾ ഇതേ ഇന്നർ പ്രൊഡക്റ്റിനെ തന്നെ ഇൻ്റഗ്രലിൻ്റെ ഫോമിൽ എഴുതിയാൽ ദാറ്റ് വുഡ് ബി ലൈക്ക് ദിസ്. അപ്പോൾ ഇതാണ് ഹെർമീഷ്യൻ ഓപ്പറേറ്റർ. അപ്പോൾ ഹെർമീഷ്യൻ ഓപ്പറേറ്റർ എന്താണെന്ന് ചോദിച്ചാൽ എന്താണ് എഴുതേണ്ടത്? ഈ ഒരു ഇന്നർ പ്രൊഡക്റ്റിൻ്റെ ടേംസിലുള്ള ഈ ഒരു ഡെഫിനിഷൻ എഴുതാം. അതിനെ തന്നെ ഇതുപോലെ ഇൻ്റഗ്രൽ ഫോമിലും റെപ്രസെൻ്റ് ചെയ്യാം. എ ഈസ് ഓൾസോ നോൺ ആസ് സെൽഫ് അഡ്ജോയിൻറ്റ് ഓപ്പറേറ്റർ. ഇപ്പോൾ ഹെർമീഷ്യൻ എന്ന് പറയും, അല്ലെങ്കിൽ സെൽഫ് അഡ്ജോയിൻറ്റ് ഓപ്പറേറ്റർ എന്നും പറയും. ബോത്ത് ആർ ദ സെയിം.